നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ സാധാരണയായി മുന്നണിയിലെ വലിയ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം, MLA-മാരുടെ പിന്തുണ, ഹൈക്കമാൻഡ് തീരുമാനം എന്നിവയെ ആശ്രയിച്ചാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനാൽ മുൻകൂട്ടി ഒരാളെ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഇപ്പോൾ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കൂടുതൽ സാധ്യത ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കൾ 4 പേരുണ്ട്. 1. VD സതീശൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തനായ സ്ഥാനാർത്ഥി. 2. രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, പരിചയസമ്പന്നൻ. 3. K. സുധാകരൻ, KPCC പ്രസിഡന്റ്, സംഘടനാപരമായ ശക്തി. 4. KC വേണുഗോപാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി. ഇതിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പങ്ക് ഡൽഹി രാഷ്ട്രീയത്തിലായിരിക്കും. UDF-ന്റെ സാധ്യതയുള്ള നിലപാടുകൾ ഒന്ന് ശ്രദ്ധിക്കാം. കേരളത്തിലെ MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നേതാവിനാണ് സാധാരണ മുൻഗണന നൽകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കളായ VD സതീശൻ, രമേശ് ചെന്നിത്തല മുതലായവർക്ക് മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം നിർണായകമായിരിക്കാം. ഇനി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് MLA-ആയി തിരഞ്ഞെടുക്കപ്പെടണം. പാർട്ടി ഹൈക്കമാൻഡ് അദ്ദേഹത്തെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക തീരുമാനമെടുക്കണം. UDF-ലെ മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ ഏകകണ്ഠമായി പിന്തുണയ്ക്കണം. അതിനാൽ പ്രായോഗികമായി നോക്കുമ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ അവസാന നിമിഷ തീരുമാനം മാറ്റങ്ങൾ സംഭവിക്കാം എന്നത് മറക്കരുത്.